DFO ഓഫീസിൽ നിന്ന് 1 കിലോമീറ്റർ അപ്പുറത്ത് വരെ 3 മാസം മുമ്പ് ആന വന്നതാണ്. പന്നികൾ അങ്ങാടിയിലൂടെ നിരങ്ങുകയാണ്. പുലിയും കടുവയും ഉള്ള വന്യമൃഗങ്ങൾ നാടിൻ്റെ അങ്ങാടികളിൽ എത്തിയിരിക്കുകയാണ്. ടൗണിൽ ജീവിക്കുന്നവർക്ക് പോലും കുരങ്ങിൻ്റെ ശല്യം കൊണ്ട് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. ഈ പൊറുതിമുട്ടിയിരിക്കുന്ന അവസ്ഥയിൽ എങ്ങനെ ജീവിതം ജനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും? അവിടെ ഇത്തരത്തിലുള്ളൊരു ദുരന്ത ഭൂമിയിലേക്ക് സർക്കാർ ഒന്ന് തിരിഞ്ഞു നോക്കാൻ പോലും ഈ നിമിഷം വരെ തയ്യാറായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതിനൊരു തീരുമാനമുണ്ടായി. ഈ മേഖലയിൽ ഇതിനു മുമ്പ് കഴിഞ്ഞത് 2020-21 2.5 കോടി രൂപ ഇവിടുത്തെ ഫെൻസിങ്ങിന് വേണ്ടിയിട്ട് സർക്കാർ ബഡ്ജറ്റിൽ ഉൾക്കൊള്ളിച്ചിട്ട് അതിനൊരു പ്ലാന് കൊടുക്കാത്തതുകൊണ്ട്, ഡീറ്റെയിൽഡ് പ്ലാന് DFO ഓഫീസിൽ നിന്ന് സമർപ്പിക്കാത്തതിന് പേരിൽ ആ പണം പോലും നഷ്ടപ്പെടുത്തിയ, തീർത്തും മനുഷ്യരോട് ഒരു കൂറുമില്ലാത്ത, സമൂഹത്തോട് ഒരു ബാധ്യതയുമില്ലാത്ത സാമൂഹിക ദ്രോഹികളായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർ കൈകാര്യം ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റായി ഫോറസ്റ്റ് മാറിയിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഫോറസ്റ്റ് മന്ത്രിയുടെ നിലപാട് അതിലേറെ മോശമാണ്. നമ്മൾക്കറിയാം, 6 മാസം മുമ്പ് കൽപ്പറ്റയിൽ ജോസ് എന്ന് പറയുന്ന ഒരു കർഷകന് ആന പിന്നാലെയോടി മുറ്റത്തിട്ട് ചവിട്ടി അരച്ചു കൊന്നത് നമ്മൾ കണ്ടതാണ്. ആ വിഷയം കേരളത്തിൻ്റെ നിയമസഭയിൽ ടി സിദ്ദീഖ് കൽപ്പറ്റ MLA എന്ന നിലക്ക് ആ വിഷയം ചർച്ചയ്ക്ക് വന്നപ്പോൾ ഫോറസ്റ്റ് മന്ത്രി എണീറ്റ് നിന്നിട്ട് പറഞ്ഞെന്താ അറിയുന്നത് നിങ്ങൾക്ക്? ഞാൻ കേരളത്തിൻ്റെ വനം, വന്യഭൂമി, വന്യജീവി സംരക്ഷണ മന്ത്രിയാണ്. ആ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? കേരളത്തിലെ ജനങ്ങളെ നോക്കാൻ ഒരു ബാധ്യതയും, ജനങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ ഒരു ബാധ്യതയും ഒരു മന്ത്രിക്കില്ല എന്ന് കേരളത്തിൻ്റെ നിയമസഭയിൽ 3.5 കോടി ജനങ്ങളോട് വിളിച്ചു പറയാൻ മടി കാണിക്കാത്ത മന്ത്രിയും ഉദ്യോഗസ്ഥരുമാണ്. അതുകൊണ്ട് ഇതിനൊരു തീരുമാനമുണ്ടാകണം. ഈ രീതിയിലാണ് പോകുന്നതെങ്കിൽ ഇവിടെ ഒരു മനുഷ്യ സംരക്ഷണ വകുപ്പ് കൂടി ഈ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തി ജനങ്ങളെ രക്ഷിക്കാനുള്ള തീരുമാനം ഗവൺമെൻറ് ഉണ്ടാക്കണം. ഇതിൽ ജനങ്ങളുടെ ഇടപെടൽ, സർക്കാർ ഇടപെട്ടിട്ടില്ലെങ്കിൽ ജനങ്ങൾ, കേരളത്തിലെ ഒരു ഫോറസ്റ്റ് ഓഫീസും ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ പ്രവർത്തിക്കാൻ ജനങ്ങൾ അനുവദിക്കാൻ പാടില്ല. ആ നിലപാടിലൂടെ മാത്രമേ ഇതിനൊരു മാറ്റം വരുത്താൻ സാധിക്കുള്ളൂ. ഈ മണിയുടെ പോസ്റ്റ്മോർട്ടം വൈകിയെന്നുള്ള ഒരു ആരോപണം അല്ല, അത് പറഞ്ഞല്ലോ ഞാൻ. അരമണിക്കൂർ മുമ്പ് ഹോസ്പിറ്റലിൽ വിളിച്ച് ബന്ധപ്പെടുമ്പോൾ ജാഥയിൽ വരികയാണ് ഞങ്ങൾ. അരമണിക്കൂർ മുമ്പ് വരെ എന്ന് പറഞ്ഞാൽ 11 മണിക്ക് ഈ ഇൻക്വസ്റ്റ് നടത്തിയാലേ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ സാധിക്കൂ. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയായിട്ടില്ല. ഇന്നലെ രാത്രി 10 മണിക്ക് ഈ ആശുപത്രിയിലെത്തിയ ശവശരീരമാണ്. അപ്പോൾ എന്താണ് ഈ ഗവൺമെൻറ്റിൻ്റെ നിലപാട്? ഈ മനുഷ്യരെ മുഴുവൻ ഇങ്ങനെ മൃഗങ്ങൾക്കിട്ട് ചവിട്ടിക്കൊല്ലിച്ച് ഈ അങ്ങാടിയിൽ ഒരു വണ്ടി കയറി മരിച്ചാൽ ഇവിടെ പ്രതിഷേധിക്കാൻ ആളുണ്ടാവും. ഇവിടുത്തെ വലിയ പ്രകൃതി സ്നേഹികൾ ഈ അങ്ങാടിയിലെത്തും. വലിയ പത്രസമ്മേളനം നടക്കും. ഒരു മനുഷ്യ ജീവൻ ഇവിടെ ഈ കോലത്തിൽ ഒരു ആന ചവിട്ടി അരച്ചിട്ട് ഈ നിമിഷം വരെ ഒരു നിലപാട്, ഒരു ഇടപെടൽ ഒരു സർക്കാർ നടത്തിയിട്ടില്ലെങ്കിൽ ഈ അങ്ങാടിയിലൂടെ തെണ്ടി നടക്കുന്ന പട്ടികളുടെ വില ഈ മലയോര മേഖലയിൽ ജീവിക്കുന്ന മനുഷ്യർക്ക് ഈ സർക്കാർ കണക്കാക്കുന്നില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ ബോഡി, ഈ മണിയുടെ ശവശരീരം കഴിഞ്ഞ 12 മണിക്കൂറായിട്ട് ജില്ലാ ആശുപത്രിയിലെ മോർച്ചറിയിൽ കിടക്കുന്നത്. അന്വേഷിക്കണം. രക്തം വാർന്ന് കടന്നു. ഇപ്പം മണിയുടെ കൂടെ പത്രക്കാർ നിങ്ങളുണ്ടല്ലോ, മണിയുടെ കൂടെ ആ ജീപ്പിൽ യാത്ര ചെയ്ത് നടന്നു പോകുമ്പോൾ മണിയുടെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ ഇവിടെ ആശുപത്രിയിലുണ്ട്. എത്ര മണിക്കാണ് സംഭവിച്ചത്, എത്ര മണിക്കാണ് അവർ വിളിച്ചതെന്ന് അവരാണ് ഫോണിൽ വിളിച്ച് പറയുന്നത്. ഇവർക്ക് നിഷേധിക്കാൻ പറ്റുമോ? ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർക്ക് വിളിച്ചിട്ടില്ല എന്ന്. എത്ര മണിക്കൂർ കഴിഞ്ഞിട്ട് അവർ വണ്ടി അവിടെ എത്തുന്നത്? വലിയ പരിക്കില്ല മണിക്ക്. മണിക്കുണ്ടായ മരണത്തിന് കാരണം ചോര വാർന്നിട്ടാണ് അദ്ദേഹം മരണപ്പെടുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കൊലപാതകമാണിത്. ഇതൊരു വെറും വന്യജീവി ആക്രമണം എന്ന് പറഞ്ഞുകൊണ്ട് എഴുതി തള്ളേണ്ടല്ല. ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ ഉടനടി ആ സമയത്ത് അവിടെ വാഹനം എത്തിച്ച് മണിയെ ആശുപത്രിയിൽ എത്തിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ അവൻ്റെ ജീവൻ രക്ഷിക്കാൻ സാധിക്കുമായിരുന്നു. അതാ ഞാൻ പറയുന്നത്, മനുഷ്യ ജീവന് ഈ പറയുന്ന അങ്ങാടിയിൽ തണ്ടി നടക്കുന്ന പട്ടികളുടെ വില ഈ സർക്കാർ കൽപ്പിക്കുന്നില്ല. അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് മണിയുടെ ഈ കൊലപാതകം. ഇത് സർക്കാർ നടത്തുന്ന കൊലപാതകങ്ങളാണ്. 9 ദിവസത്തിനുള്ളിൽ 5 പേരെയാണ് ഈ കൊച്ചു കേരളത്തിൽ ആന ചവിട്ടിക്കൊന്നത്. 6 പേരെ 9 ദിവസത്തിനകം. എന്തെങ്കിലും വല്ല വാർത്തയുണ്ടോ? എന്തെങ്കിലും വല്ല പ്രതിഷേധമുണ്ടോ? ജനങ്ങൾ മടുത്തിരിക്കുകയാണ്. ജനങ്ങൾ ഈ നാട് വിട്ടു പോകാൻ നിർബന്ധിതരാക്കുകയാണ്. മലയോരത്തിലുള്ള മനുഷ്യരുടെ ജീവൻ എങ്ങനെയും പ്രയാസപ്പെടുത്തുന്ന ഒരു നിലപാടാണ്. അതുകൊണ്ട് ഇതിലെ DFO നേരിട്ട് വന്ന്
ഉത്തരവാദിത്തപ്പെട്ട CCF അടക്കമുള്ള ഉദ്യോഗസ്ഥർ വന്ന് ഇതിനൊരു തീരുമാനമുണ്ടാക്കിയിട്ട് ഞങ്ങൾ പിരിയുന്നുള്ളൂ. അതിന് 24 മണിക്കൂറല്ല 48 മണിക്കൂറാണെങ്കിലും ഈ പ്രതിഷേധം, ഈ ധർണ, ഞങ്ങൾ ഈ ഉപരോധം ഇവിടെ തുടരും. ഇതൊരു ഉൾക്കാട്ടിൽ വെച്ചുണ്ടായ ഒരു കാട്ടറാക്രമണമാണല്ലോ. ഈ ഉൾക്കാട്ടിലേക്ക് ഇത്തരത്തിൽ വണ്ടി എത്തിക്കുക അല്ലെങ്കിൽ പട്ടാളത്തിൽ കൊണ്ടുവരിക എന്നുള്ള അത്ര സാധ്യമാണോ? അത് സ്വാഭാവികമാണ്. ഉൾക്കാട് എന്ന് പറയുന്നത് ഇവർ ജീവിക്കുന്ന, വനവാസികൾ ജീവിക്കുന്ന അവരുടെ വീട്ടിലേക്കാണ് പോകുന്നത്. കാട്ടിലേക്കല്ല അവർ പോയത്. അവരുടെ സ്വന്തം വീട്ടിലേക്ക് നടന്നു പോകുന്ന വഴി ജീപ്പ് പോകുന്നിടത്തു നിന്ന് ഇറങ്ങി നടക്കുമ്പോഴാണ് സംഭവം ഉണ്ടായിട്ടുള്ളത്. ഇതിനെ ഉൾക്കാടെന്ന് എങ്ങനെയാണ് വിളിക്കുക? ജനവാസ മേഖലയെ എങ്ങനെ നമ്മൾ ഉൾക്കാട്? കാടിൻ്റെ അകത്തെ എന്താ പറയുക, ജനവാസ മേഖലയാണ്. സ്വാഭാവികമായിട്ടും ആ റോഡിന് ഇരു കരകളിലുമുള്ള കാടുകൾ, അടിക്കാടുകൾ കാലാകാലം വെട്ടിക്കൊടുക്കുന്നതാണ്. പല ഘട്ടത്തിലും ഈ ആദിവാസികൾ വന്ന് പറഞ്ഞിട്ടുള്ള പരാതി അതാണ്. അങ്ങനെ അടിക്കാട് വെട്ടിക്കൊടുക്കുന്നില്ല. ഒരു മൃഗം കടന്നു വരുമ്പോൾ അത് കാണാനുള്ളൊരു വിസിബിലിറ്റിക്ക് റോഡിൻ്റെ 2 സൈഡും വൃത്തിയാക്കിയിടുമായിരുന്നു. അങ്ങനത്തെ ഒരു പരിപാടിയും ഇന്ന് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഉണ്ടാകുന്നില്ല. അത് തന്നെയാണ് ഈ മരണത്തിന് കാരണം. ഒരാന വരുമ്പം കാണണമെങ്കിൽ ആ വഴിയൊന്ന് തെളിച്ചിടണ്ടേ? അതിന് പോലും ഉദ്യോഗസ്ഥന്മാർ തയ്യാറാകാത്ത അവസ്ഥയാണ് നിലമ്പൂരിലല്ല, കേരളത്തിലെ മുഴുവൻ പ്രദേശങ്ങളിലും.